തൃശൂർ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വിശ്വസിച്ച കുടുംബം തെരുവിൽ. പൊറ്റ സ്വദേശി പ്രമോദും കുടുംബവുമാണ് വീടെന്ന സ്വപ്നത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടു. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പോടെയാണ് തയ്യൽ തൊഴിലാളിയായ പൊറ്റ കരിമ്പിൻചിറ പുളിക്കൽ പ്രമോദും കുടുംബവും വഴിയാധാരമായത്. 10 വർഷമായി തറ പണിതെങ്കിലും വീട് പണി പൂർത്തീകരിക്കാൻ പ്രമോദിന് കഴിഞ്ഞിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് DMK സ്ഥാനാർത്ഥിയായി NK സുധീരനെ മത്സരിപ്പിച്ചപ്പോൾ ചേലക്കരയിൽ 1000 വീടുകൾ നിർമ്മിക്കുമെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. താൽക്കാലിക മേൽക്കൂര പണിത് കഴിയുന്നതിനിടെ വീട് ഉടൻ പൊളിക്കണമെന്നും മാസങ്ങൾക്കുള്ളിൽ വീട് പണി പൂർത്തീകരിച്ചു തരുമെന്നും അൻവർ വാഗ്ദാനം നൽകിയതായി കുടുംബം പറയുന്നു. തുടർന്ന് വീട് പൊളിച്ചു നീക്കി. ഇപ്പോൾ പ്രമോദും ഭാര്യയും 16ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികളും കഴിയുന്നത് യാതൊരു സുരക്ഷയുമില്ലാത്ത ഈ കാണുന്ന കൊച്ചു പ്ലാസ്റ്റിക് കൂരയിലാണ്. അർജന്റായിട്ട് നിങ്ങൾ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് വീട് പൂർത്തീകരിച്ച് തരുന്നതായിരിക്കും. യാതൊരു വ്യത്യാസവുമില്ല. പഞ്ചായത്തിൽ ലോണിനൊക്കെ അപേക്ഷിച്ച് അതിൻ്റെ അപേക്ഷയൊക്കെ കൊടുത്തുകൊണ്ട് ലോണിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് വന്നിട്ട്, അപ്പോൾ കുറച്ച് ആളുകൾ തന്നെ വന്ന് സമീപിക്കുകയും ഇതുമാതിരി അൻവർക്ക് ഇതുമാതിരി വീട് തരാം, നിങ്ങൾ പെട്ടെന്ന് വീട് പൊളിച്ചോളൂ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. പിന്നെ അതിനുശേഷം വരെ നമുക്ക് അവരൊരു വിളിയില്ല, ഒന്നുമില്ല, വിളിച്ചവർ അന്വേഷണമില്ല, നമ്മൾ വിളിച്ചവർ ഫോൺ എടുക്കുന്നില്ല. വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സിമന്റ് കട്ടകൾ ഇറക്കി കുറച്ചു ഭാഗത്ത് ഭിത്തി കെട്ടിയിരുന്നെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വാഗ്ദാനം പാഴ്വാക്കായെന്നും ഇവർ പറയും. വീട്ടിലേക്ക് മാറിയ സമയത്ത് പോകാൻ കഴിയുന്നില്ല, പെൺകുട്ടികളിട്ടിട്ട് എവിടേക്കും പോകാൻ കഴിയുന്നില്ല. വീട് പൊളിച്ച മറ്റു ചിലരും പെരുവഴിയിലാണ്. പഞ്ചായത്തിന്റെ ഭവന പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതാണ് പ്രമോദിന്റെ ഏക പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 13 വിഭാഗത്തിൽ ഏനമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ടീം ചാമ്പ്യന്മാരായി. തൃശൂർ ജില്ലാ ഗട്ട് ഓഫ് വാർ